ഹലോ, നമുക്കിന്നൊരു ജീൻസ് റീസൈക്കിൾ ചെയ്താലോ? ഇതേപോലൊരു ജീൻസ് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നമ്മുടെ ബാഗിന് എത്ര നീളം വേണോ അത്രയും നീളം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വളയാതെ കിട്ടും. അത് മുറിക്കാൻ നല്ല ഹെൽപ്പായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ നീളം ഡബിൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മളതിൻ്റെ പോക്കറ്റ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് മൂർച്ചയുള്ള ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് നല്ലത്. പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പാൻറ്റ് കട്ട് ചെയ്യുമ്പോഴും അതേപോലെ പോക്കറ്റ് റിമൂവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ പാൻറ്റ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്ഥലം കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 വലിയ ഭാഗം കിട്ടും. അതേപോലെ താഴേക്ക് ആ പാൻറ്റിൻ്റെ ഭാഗവും കിട്ടും. അവിടുന്ന് നിങ്ങൾക്ക് എത്ര വീതിയാണോ വള്ളി വേണ്ടേ അത്രയും വീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഉള്ളത് ഏതെങ്കിലും ആ ഒരു വലിയ പീസ് എടുത്തതിന് ശേഷം അതിന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 2 എണ്ണവും ആ വലിയ പീസിൻ്റെ സൈഡിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം മറ്റേ വലിയ പീസിൻ്റെ ഒരു സൈഡ് മാത്രം ആ ചെറിയ പീസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ തയ്യലൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ്. നിങ്ങൾക്ക് കൈത്തുന്നൽ വേണമെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അടിയിൽ അൺഈക്വലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലെടുത്ത് ഇതേപോലെ വരങ്ങിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. കുറച്ച് ബലമുള്ള നൂല് വേണം നമ്മൾ എടുക്കാൻ. കാരണം ജീൻസ് കട്ടിയുള്ള തുണിയായതുകൊണ്ട് നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നല്ല വൃത്തിക്ക് ഒന്ന് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. അത് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തി വേണം. എന്നിട്ട് നമ്മുടെ ലാസ്റ്റുള്ള ഓപ്പണായ പാർട്ടും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ ഒരുവിധം പണി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ അഴിച്ചിട്ട് ഇത് തുന്നണം. അതേപോലെ തന്നെ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ വെയിറ്റ് ഇട്ടാൽ പൊട്ടാൻ സാധ്യത ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വള്ളീനെ നടുകെ അത് 2ആക്കി മുറിച്ചതിന് ശേഷം അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബാഗിൻ്റെ 2 അറ്റത്തും 2 സൈഡിലും നമ്മൾ ഈ വള്ളി മെഷീനിൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഏകദേശം ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ഇതേപോലെയുള്ള നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതേപോലെ എക്സ്ട്രാ വല്ല പാർട്ടും വിസിബിളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബാഗിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മൂർച്ചയുള്ള കത്രിക എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഈ വള്ളി കട്ടായി പോവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും എക്സ്ട്രാ പാർട്ട് നിങ്ങൾക്ക് പൊന്തി നിൽക്കുന്നുണ്ട് തോന്നി അപ്പോൾ തന്നെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പണികളാവാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് 20 രൂപയുടെ കളറാണ്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. ജസ്റ്റ് 20 രൂപയേ ഉള്ളൂ. അത് നമുക്കത് വോർത്താണ്. പിന്നെ ഇതേപോലൊരു പഴയ വൈറ്റ്നറും ഒരു മഷി കഴിഞ്ഞ പെന്നും കുറച്ച് ഈർക്കിളിയാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു റെഫറൻസ് വെച്ചിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. ചെറിയ കുറച്ച് പൂക്കളാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പിൻട്രസ്റ്റിൽ ഇതേപോലെ കുറേ റെഫറൻസ് പിക്ക് അവൈലബിൾ ആണ്. നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്